ഇപ്പം ഇന്നത്തെ ഡിഷ് എന്താണെന്നുള്ളത് നിങ്ങൾ വായിച്ചു അല്ലേ? ചേന വെച്ചിട്ടൊരു കിച്ചടി. ചേന വെച്ചിട്ട് നമ്മൾ മെഴുക്കുവരട്ടി, പിന്നെ തോരൻ, അതേപോലെ മുളോഷ്യം ഇതെല്ലാം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ കിച്ചടി അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇന്ന് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ചേന കിച്ചടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഈ ഒരു ക്വാറന്റൈൻ ടൈമിലാണെങ്കിലും ചേനയൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ പോകും അല്ലേ? ഇപ്പം അങ്ങനത്തെ വെജിറ്റബിൾസ് കൂടുതലും നമ്മൾ മേടിച്ച് വെക്കാൻ നോക്കുക. കുറച്ച് നാൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിയാൽ ഇതേപോലെ ഇപ്പം ചേനയാണെങ്കിൽ പല ടൈപ്പ് ചേന വെച്ചിട്ട് തന്നെ നമുക്ക് പല ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് അയൺ പോട്ടിലാണ് ഞാൻ ഇപ്പം ചേന കിച്ചടി ഉണ്ടാക്കുന്നത്. അപ്പം പണ്ടുള്ള കാലത്തൊക്കെ അയണിൻ്റെ പാത്രത്തിലായിരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പം പിന്നെയാണ് നോൺ സ്റ്റിക്കൊക്കെ വന്നത്. ഇപ്പം പക്ഷേ എല്ലാവരും പറയുന്നത് അയൺ ഡെഫിഷ്യൻസി ഇല്ലാത്തവർക്കും നോർമൽ ആൾക്കാർക്ക് അയൺ പാത്രത്തിൽ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയുക. അപ്പം എല്ലാവരും ഇപ്പം അയണിൻ്റെ പാത്രമൊക്കെ നാട്ടിലൊക്കെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ അത് സീസൺ ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പം ആദ്യം കുറച്ചൊന്ന് പ്രയാസപ്പെട്ടാൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ, നമുക്കതൊന്ന് പിന്നെയും ഇപ്പം അയൺ പാത്രത്തിൽ തന്നെ മാക്സിമം ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ നാട്ടിൽ മാത്രമല്ല ഇപ്പം അയൺ പോട്ട് കിട്ടുക, ഇവിടെ എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പം ലുലുവിലാണെങ്കിലും എല്ലാം അയൺ പോട്ട്, അത് ബ്രാൻഡഡ് ആയിട്ടുള്ള അയൺ പോട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ ഉള്ളവർക്കും അത് വാങ്ങി പക്ഷെ സീസൺ ചെയ്ത് എടുക്കണം എന്ന് മാത്രം. നമ്മുടെ മീൻചട്ടിയൊക്കെ സീസൺ ചെയ്യില്ലേ, അപ്പം അതേപോലെ ഇതും സീസൺ ചെയ്താൽ ഒരു 3-4 ദിവസം ഒരേപോലെ സീസൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. ദോശക്കല്ലാണെങ്കിലും ചപ്പാത്തിക്ക് ഉള്ള കല്ലാണെങ്കിലും എല്ലാം ഇതേപോലെ അയണിൻ്റെ കല്ല് യൂസ് ചെയ്താൽ നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ ഇന്നത്തെ ചേന കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് നമ്മളുടെ കിച്ചടി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അയൺ പോട്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതെല്ലാം ഒന്ന് സീസൺ ചെയ്തൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ തോരനാണെങ്കിലും എല്ലാം ഇപ്പം ഇതിനകത്താണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം ഇനി നമുക്ക് നമ്മുടെ കിച്ചടി ഉണ്ടാക്കി തുടങ്ങാം. പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. അതേപോലെ തന്നെ പച്ചമുളക്, ഒരു വലിയ പച്ചമുളകാണ്, എരിവുള്ളതായതുകൊണ്ടാണ് ഒന്നിട്ടിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇതിൽ കാണിക്കുന്ന ആ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കൂട്ടുകയും ചെയ്യാം. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് കൂട്ടാം. ഞാനിപ്പം ഏകദേശം ഒരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. ഇഞ്ചിയും എല്ലാം ഒന്ന് ചെറുതായിട്ട് ഒരു മൂത്ത മണം വരുമ്പോഴത്തേക്കും നമ്മളുടെ ചേന ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. പക്ഷെ ഉപ്പും കൂടി ഇടുക. ചേനയൊന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പായിട്ട് വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം അയൺ പോട്ടിലാണ് നിങ്ങൾ ചെയ്യണതെങ്കിൽ, ഇപ്പം അയൺ പോട്ടൊക്കെ യൂസ് ചെയ്യുന്നവർ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ പിന്നെ ചൂട് ഒന്ന് നോക്കണം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം പോലെ ഫ്ലെയിം ലോ ആക്കുമ്പം അപ്പം തന്നെ ചൂട് പോവില്ല. മീൻചട്ടിയൊക്കെ ഇല്ല, അതേപോലെ തന്നെ അതിനകത്ത് ചൂട് ഇങ്ങനെ ഉണ്ടാവും. അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മളിത് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ചേനയുടെ വേവ് നമ്മൾ മേടിക്കുന്ന ചേന അനുസരിച്ചിട്ടിരിക്കും. ചിലത് പെട്ടെന്ന് വേവും, ചിലതിന് കുറച്ച് ടൈം എടുക്കും. അപ്പം അതിനനുസരിച്ചിട്ട് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കുക. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നാൽ ഉടഞ്ഞു പോകാനും പാടില്ല. ചേനയൊക്കെ നന്നായിട്ടൊന്ന് വെന്തു. ഞാൻ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. ആ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിൽ തന്നെയാണ് ഇത് വേവിച്ചെടുത്തത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ക്രിസ്പ്നെസ് കിട്ടില്ല. അപ്പം ക്രിസ്പായിട്ട് ഇരിക്കുകയും വേണം, എന്നാലേ ഉള്ളൂ ഈ കിച്ചടിക്ക് ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പം ഇനിയും നോർമൽ നമ്മളെല്ലാ കിച്ചടി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ ചൂടൊന്ന് മാറണം. ചേനയുടെ ചൂട് മാറിയതിന് ശേഷമേ ഉള്ളൂ തൈര് മിക്സ് ചെയ്യാൻ പറ്റുക. അപ്പം അതിനായിട്ടൊന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ചേനയുടെ വലിയ ചൂടൊന്ന് മാറി നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റാം.
പിന്നെ 1 കപ്പ് തൈരാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നല്ല കട്ട തൈര് ഞാനൊന്ന് ഉടച്ചു വെച്ചതാണ്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഒന്ന് താളിച്ച് ചേർക്കാം. അങ്ങനെ നമ്മളുടെ ചേന കിച്ചടി ഇവിടെ റെഡി. ഇതൊരു കുറച്ചൊരു എരിവും ഒക്കെയുള്ള, കാരണം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ എരിവും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് അടിപൊളി സൈഡ് ഡിഷായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതേപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.